അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും ദുരിതം വിതയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മഹാവിപത്ത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് പോകാൻ പോവുകയാണ്. അതായത് നമ്മുടെ നാട്ടിലെ ശല്യം. ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഗ്രാമത്തിലെ ഒരു പുതിയ വിശേഷം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഗ്രാമം, ഈ ഗ്രാമത്തിൽ 1961 പട്ടയം കിട്ടുന്നത്. ആ സമയത്തൊക്കെ കുറച്ച് വനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വനങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അന്നൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഇന്നുണ്ട്. വൈൽഡ് ആനിമൽസൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഏകദേശം അതൊരു 70-75 കാലമായപ്പോഴത്തേക്കും അതൊക്കെ ഇവിടുന്ന് രാജ്യം വിട്ടുപോയി, നാട് വിട്ടുപോയി. പിന്നീട് 50 വർഷത്തിന് ശേഷം വീണ്ടും ഈ ചെറിയ ഗ്രാമത്തിലേക്ക്, ഈ 4 വശവും വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ഗ്രാമമാണ് എൻ്റെ ഗ്രാമം. അപ്പോൾ അങ്ങോട്ട് വീണ്ടും ആനകളെത്തിയിരിക്കുകയാണ്. ആനകളെത്തി ഈ ആനകളെ ഇവിടെ തുരത്തുന്നതിന് വേണ്ടി ASK എന്ന ഒരു സൗഹൃദ കൂട്ടായ്മയുടെ ചരിത്രവും അതിൻ്റെ നാൾ വഴികളുമാണ് ഇനി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ കൂട്ടായ്മയുടെ അമരക്കാരാണ് ഇപ്പോൾ എൻ്റെ ഇതിലിരിക്കുന്നത്. അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളുകൾ, അതുപോലെ അതിൻ്റെ ആ സംഘടനയുടെ പ്രവർത്തകരിൽ ഏറ്റവും ഇതിൻ്റെ കപ്പിത്താൻ എന്ന് പറയുന്ന ഈ ഇതിൻ്റെ ക്യാപ്റ്റനാണ്, അതിൻ്റെ പ്രസിഡൻ്റാണ് ഇരിക്കുന്നത്. നമുക്ക് എവിടം വരെ എത്തിയ കാര്യങ്ങൾ. നമസ്കാരം. ഈ കൂട്ടായ്മയുടെ പേര് ASK സൗഹൃദ കൂട്ടായ്മ എന്നാണ്. അമേൽത്തൊട്ടി സൗഹൃദ കൂട്ടായ്മ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനകത്ത് ഈ ഒരുമിച്ച് പഠിക്കുകയും നാട്ടിൽ ഒരുമിച്ച് കളിച്ചു വളരുകയും ചെയ്തിരിക്കുന്ന ഏതാനും ചെറുപ്പക്കാർ ചേർന്നിട്ടാണ് ഇതിൻ്റെ അമരത്ത് ഒരു കമ്മിറ്റി പോലെയൊക്കെ രൂപീകരിച്ച്, ഞങ്ങളൊരു രജിസ്ട്രേഡ് സംഘടനയല്ല എന്നുള്ളത് ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ. നാട്ടിൽ വിളകൾ നശിപ്പിക്കുന്ന കാട്ടുമൃഗങ്ങളെ അവനവൻ്റെ നിയമപരമായിട്ട് തന്നെ ആനയെ ഈ നാട്ടിൽ നിന്ന് വിടാൻ സാധിക്കും എന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇത്രയും നാളും ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഭാഗത്തുള്ള ഒരു ടെറൈൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സൈസ് ടെറൈനാണ്. അതായത് ഈ മുള്ളരിങ്ങാട് എന്ന് പറയുന്ന ഈ ഭാഗം ഉൾക്കൊള്ളുന്ന, ഞങ്ങൾക്ക് മുള്ളരിങ്ങാട്ടുകാർക്ക് മാത്രമല്ല ആക്ച്വലി പ്രശ്നമുള്ളത്, മുള്ളരിങ്ങാട് പ്രശ്നമുണ്ട്, അതുപോലെ നമ്മുടെ പാച്ചേറ്റി, അള്ളുങ്കൽ, പൈങ്ങോട്ടൂര്, പിന്നെ നീണ്ടപാറ, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ കാഞ്ഞിരവേലി, ഇതറിയാമല്ലോ, കാഞ്ഞിരവേലിലൊരു ചേച്ചി ആന ഉപദ്രവിച്ച് കൊല്ലുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ ഉണ്ടായതുമാണ്. അപ്പോൾ അതുപോലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. 18ഓളം ആനകൾ ഇവിടെ വരികയും ജീവനും സ്വത്തിനും ഭീഷണി വല്ലാതെ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ 18ഓളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 18 ഇല്ല, 9 എണ്ണത്തോളം ഉള്ളൂ. ബാക്കി കയറിപ്പോയിട്ടുണ്ട്. അത് ഇടയ്ക്ക് തേടനുസരിച്ച് അവർ വരികയാണ്. അവർക്കുള്ള ഫുഡ് ഇല്ലാതാവുമ്പോൾ അതുങ്ങൾ വരും, അതുപോലെ തന്നെ തിരിച്ച് കയറിപ്പോകും. അപ്പോൾ ഏതാണ്ട് 9 എണ്ണത്തോളം ഇവിടെ നിലവിലിപ്പോൾ നിൽപ്പുണ്ട്. അപ്പോൾ ഇതുങ്ങളെ എങ്ങനെ ഇത് പുറത്തേക്ക് കളയും എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾ അതിശക്തമായിട്ടൊന്ന് ആലോചിച്ചു. കൃഷി ആന തരുന്നില്ല, എന്നാൽ വിറ്റിട്ട് പോകാമെന്ന് വെച്ചാൽ ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ല. തന്നെയല്ല, ബാങ്കുകളൊക്കെ ഈ മുള്ളരിങ്ങാട് ഭാഗങ്ങളൊക്കെ നെഗറ്റീവ് ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ ലോൺ കൊടുക്കില്ല എന്നുള്ള ഇതിലേക്കൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു ഭീകര പ്രശ്നങ്ങളാണ് ഈ നാട്ടുകാർ ഫേസ് ചെയ്യുന്നത്, ഈ കാട്ടുമൃഗങ്ങൾ മുഖാന്തരം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, സമരമുഖത്തേക്ക് പോകാനല്ലാതെ ഞങ്ങൾക്കൊരു കഴിവില്ല, ഞങ്ങൾക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നാട്ടുകാർക്ക് ആകെ ചെയ്യാവുന്നതുമായിട്ട് ഇതിനൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഡിസ്കസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പിന്നെ ചെയ്തത് എന്താണെന്നറിയാമോ, ഞങ്ങൾ ഇതിൻ്റെ അധികാരികൾക്കെല്ലാം നമ്മൾ പരാതി കൊടുക്കുക എന്നുള്ളതിന് വേണ്ടി ഈ നാട്ടിലുള്ള ഏതാണ്ട് 2000 പേരടങ്ങുന്ന ആളുകളെ ചേർത്തുകൊണ്ട് ഞങ്ങൾ ഒരു വലിയ ഒരു മാസ് പെറ്റീഷൻ കൊടുത്തു. അത് കൊടുത്തത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു, കേന്ദ്ര വനമന്ത്രിക്ക് കൊടുത്തു, CCF കൊടുത്തു, അതുപോലെ കേരള വനമന്ത്രിക്ക് കൊടുത്തു, അതുപോലെ DFOയ്ക്ക് കൊടുത്തു, ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് കൊടുത്തു, MLAസിന് കൊടുത്തു, MP കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വളരെ നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ കാഴ്ചവെച്ചു. ഇവരെല്ലാം നിവേദനം കൊടുത്തു. അപ്പോഴത്തേക്ക് ഇലക്ഷൻ്റെ സമയമാണ്, ഈ പെരുമാറ്റച്ചട്ടം വരുന്ന സമയമാണ്. അപ്പോൾ ഈ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ആ സമയത്ത് അവർക്ക് വലിയ ആക്ഷൻ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നിൽ പ്രവർത്തിച്ച് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് പോയി കണ്ടേക്കാം എന്നോർത്തുകൊണ്ട് ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത്, രാഷ്ട്രീയക്കാരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ്. ഞങ്ങളുടെ ഈ പറഞ്ഞ കൂട്ടായ്മയ്ക്ക് രാഷ്ട്രീയവും മതമൊന്നും വിഷയമില്ല കേട്ടോ. ഞങ്ങളുടെ വിവിധ മതങ്ങളുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളുടെ സഹിത അംഗങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ കൂട്ടായിട്ടെടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് ഇവരെല്ലാം പോയി കാണുക. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ
ആദ്യമേ തന്നെ നമ്മുടെ CCF-നെയാണ് പോയി കണ്ടത്. അരുൺ സാറാണ് കോട്ടയത്തുള്ള ചീഫ്. അദ്ദേഹത്തെ പോയി കണ്ടു. ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ അവതരണത്തിൻ്റെ ശൈലി കൊണ്ടല്ല, ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളും ഞങ്ങൾക്ക് മാത്രമല്ല ഭീഷണിയെന്നും ആനകൾക്കും ഈ ഇവിടെ നിന്നാൽ ആ ഭീഷണി ഉണ്ടെന്നുള്ളൊരു വലിയ പോയിൻ്റ് അദ്ദേഹം നോട്ട് ചെയ്തു. ആ പോയിൻ്റ് നോട്ട് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മളെ സഹായിക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ DFOയെ കണ്ടു, കോതമംഗലം DFOയെ കണ്ടു, ഞങ്ങൾ മൂന്നാർ DFOയെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ MPയെ കണ്ട് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി സംസാരിച്ചു. ബഹുമാനപ്പെട്ട ഡീൻ കുര്യാക്കോസ് സാറിൻ്റെ അടുത്ത് ചെന്നു. അതിനുശേഷം ഞങ്ങൾ ബഹുമാനപ്പെട്ട MLA ആൻ്റണി ജോൺ സാറിനെ കോതമംഗലം ഞങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MLA മാത്യു കൊഴൽനാട് സാറിനെ കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ P. ജോസഫ് സാറിനെ കണ്ടു. അങ്ങനെ 4 പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരെ കണ്ടു. അതായത് ഞങ്ങളുടെ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ്, വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ്, അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ പൈങ്ങോട്ടൂർ, ഈ 4 സ്ഥലത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഞങ്ങൾ കണ്ടു. ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് കൊണ്ടുള്ളൊരു ഗുണം എന്നാണെന്നറിയാം. ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറയുന്നത് ASK എന്ന് പറയുന്ന ഈ സൗഹൃദ കൂട്ടായ്മ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എത്ര മനോഹരമാണെന്ന് ഇവർക്കെല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രയോജനം. രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ഇത് ഞങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്നു എന്നതിനെപ്പറ്റി, ഇവിടെയുള്ള സ്കൂളുകളിൽ പിള്ളേരെ വിടാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ഇവിടെയുള്ള ആശുപത്രികളിൽ രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാൽ ഈ റോഡ് പോകുമ്പോൾ ആന വിഷയം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും ഞങ്ങൾ എന്ത് ചെയ്തു, ശക്തമായിട്ട് ഒരു ക്രോഡീകരണം, ഒരു 7 പോയിന്റുകൾ ഉണ്ടാക്കി അത് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ASKയുടെ ഏറ്റവും വലിയ ഒന്നാമത്തെ നേട്ടം. അപ്പം നമുക്ക് ഇപ്പോൾ നിലവിൽ ആനയുടെ ഈ കാര്യങ്ങൾ ഇവർക്കൊക്കെ ഒരു കൺവിൻസ് ആയിട്ടുണ്ട് അല്ലേ? കൺവിൻസ് ആയിട്ടുണ്ട് ആ CCF-നും നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർമാർക്കും നമ്മുടെ ബഹുമാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ നാട്ടുകാർ ഞങ്ങളുടെ തന്നെ പോക്കറ്റിൽ ഞങ്ങളുടെ ഈ സൗഹൃദ കൂട്ടായ്മയുടെ കയ്യിൽ നിന്നാണ് പൈസ, ഒത്തിരി ഇതിനകത്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പൈസ ചെലവുണ്ട്. കാരണം ഇത് ഒരു ദിവസം കൊണ്ട് നടന്ന കാര്യമല്ല. ഏകദേശം എത്ര നാളെ നമ്മൾ ഈ പരിപാടി? ഏതാണ്ട് 6 മാസമായിട്ട് ഇതിന്റെ പുറത്തിൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളും ശക്തമായിട്ട് അന്വേഷണങ്ങളും ഞങ്ങളുടേതായ രീതിയിൽ എന്തൊക്കെ ഞങ്ങൾക്ക് ചെയ്യാം, എന്തൊക്കെ ചെയ്താൽ ഈ ശല്യം ഒഴിവാകും എന്നതിനെ പറ്റി ശക്തമായിട്ട് ഞങ്ങൾ അതിന്റെ പുറകിലുണ്ടായിരുന്നു. ഓക്കെ, നിയമസഭയിൽ ഇത് എങ്ങനെ എത്തി? നിയമസഭയിൽ സർ, ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ കോതമംഗലത്ത് നടത്തിയൊരു സമരം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെ സൂചിപ്പിച്ച പോലെ ഐന്ദ്ര എന്ന വീട്ടമ്മ മരിച്ച സമയത്ത് അതിൻ്റെ ഡെഡ് ബോഡിയുമായി സമരം ചെയ്യുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത്, അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച ഈ വന്യമൃഗങ്ങളുടെ അക്രമം, അത് ഒരു ഭാഗത്ത് മാത്രമല്ല, എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി വരുന്ന ഒറ്റക്കണ്ടം, ചാത്തമറ്റം, കടവൂര്, അതുപോലെ തന്നെ ചുള്ളിക്കണ്ടം, മുള്ളിരിങ്ങാട് ഭാഗത്തെല്ലാം ചെമ്പൻകുഴി. നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് എങ്ങനെയാണ് ഇത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ. നമുക്ക് MLA-മാർ, ബഹുമാനപ്പെട്ട നമ്മുടെ MLA-മാർ, ബഹുമാനപ്പെട്ട മാത്യു കൊഴൽനാടൻ MLA, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആൻ്റണി ജോൺ MLA കോതമംഗലം, ഇവരൊക്കെ നിയമസഭയിൽ അതിശക്തമായിട്ട് ഇതിന് ഉന്നയിച്ചു. ഇവിടുത്തെ ഒരു ട്രൈബൽ സ്കൂളുണ്ട്, അത് നമ്മുടെ മുള്ളരിങ്ങാട് ട്രൈബൽ സ്കൂള്. അവിടെ ആദിവാസി കുട്ടികളാണ് മിക്കവാറും. 140-180 കുട്ടികളോടെ പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഈ ഒരൊറ്റ അഡ്മിഷൻ ഈ വർഷം ഇല്ല. കാരണം എന്നാ, അവിടെ പിള്ളേർക്ക് പോയി പഠിക്കാൻ പറ്റുന്നില്ല. അവിടെ അതിൻ്റെ മുറ്റത്ത് ആന വെക്കണേ. അപ്പൊ ഗവൺമെന്റ് ഏജൻസി ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടോ? ഇപ്പൊ നിലവിൽ ഗവൺമെന്റ് ഏജൻസി ഫണ്ട് അനുവദിച്ചു. അപ്പൊ നമുക്ക് ഈ കൃത്യ സ്ഥലത്ത് കൊണ്ട് നമ്മൾ പോയിന്റ് ചെയ്ത സ്ഥലങ്ങളിൽ ഈ ഫെൻസിങ് ഇടാമെന്ന് CCF-ഉം അതുപോലെ ഫോറസ്റ്റ് അധികാരികൾ സമ്മതിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഞങ്ങളുടെ സമഫലമാണ്. അതെ, അതോ സംശയമില്ലാത്ത കാര്യമല്ലേ? ഇപ്പൊ ഈ കൂട്ടായ്മയിൽ ഏറ്റവും നന്നായിട്ട് ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ച നിങ്ങൾ മുഴുവൻ നമ്മുടെ ആൾക്കാർ അവർ സൈലന്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഈ ആനയെ അങ്ങോട്ട് കടത്തി വിടാനുള്ള അവസാനത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് 13-ാം തീയതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർവകക്ഷി യോഗമാണ്, എല്ലാവരും അടങ്ങുന്ന സർവകക്ഷി, പൗരപ്രമുഖന്മാര്, MLA-മാര്, MP-മാര്, ഈ പറഞ്ഞ പോലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവരും ഉണ്ടാവുന്ന കൂട്ടിക്കും. അപ്പോൾ ആ ഒരു സർവകക്ഷി യോഗത്തിന് ശേഷം അന്നാണ് തീരുമാനമാവുക. ഏതായാലും പോസിറ്റീവായിട്ട് തീരുമാനം ഉണ്ടാവുള്ളൂ. കാരണം അവർ സമ്മതിച്ചു. ഇനിയിപ്പോൾ ഒരു പോയിരിക്കും. അപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും ദുരിതം വിതയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മഹാവിപത്ത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് പോകാൻ പോവുകയാണ്. അതായത് നമ്മുടെ നാട്ടിലെ ശല്യം ചെയ്യുന്ന, നമ്മുടെ കൃഷി നശിപ്പിക്കുന്ന ആ കാട്ടാനക്കൂട്ടത്തെ നമ്മൾ തുരത്തുകയാണ്. ആര്? ഈ ASKയുടെ ഭടന്മാർ. ഇന്ന് നമ്മൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററെ കണ്ടിട്ട് അവിടുന്ന് ഓർഡറുമായിട്ട് നമ്മൾ ഇന്ന് കോതമംഗലം DFOയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അവിടെ നിന്നും സപ്പോർട്ട് കിട്ടി. അപ്പം നമ്മൾ വിളിച്ചത് അവിടെ ഏത് പഞ്ചായത്ത് പ്രസിഡന്റിനാണ് ജോജോ ചേട്ടാ? കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ച്, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ നേരിട്ട് വിളിച്ച്, ജനജാഗരണ സമിതി വിളിച്ച്
ഉടനടി തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കാട്ടാന പോയിരിക്കും. ഓക്കെ, എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം ഉള്ളത്. അതെ, അതിന് നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ വീഡിയോകൾ ഇനി വരും ദിവസങ്ങളിൽ വരും. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഈ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിന് യാതൊരു മടിയും കാണിക്കരുത്. ഇത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.